ഡിജിറ്റലൈസേഷനിൽ കാര്യമായി ശ്രദ്ധയൂന്നുകയാണ് ഖത്തർ. ഇതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിനുള്ള അനുമതി ഡിജിറ്റലാക്കിയിട്ടുണ്ട്. ഖത്തർ സെൻട്രൽ ബാങ്കിന്റെ ആദ്യ ദേശീയ ഡെബിറ്റ് കാർഡായ ഹിമ്യാൻ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുണ്ട്. ഫൈസൽ ഹംസ ഖത്തറിൽ നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, എന്തൊക്കെയാണ് ഖത്തറിൽ നിന്നുള്ള വിവരങ്ങൾ? അമൃത, ഖത്തറിൽ നിന്നും ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് പൊതുജനങ്ങളുടെ സൗകര്യത്തിനായി സർക്കാർ ഏർപ്പെടുത്തിയ പുതിയൊരു സംവിധാനത്തെക്കുറിച്ചാണ്. ഖത്തറിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഖത്തർ. പ്രത്യേകിച്ച് ഗാർഹിക മാലിന്യങ്ങൾ, അത് ജൈവ മാലിന്യമായാലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യമായാലും എല്ലാം സംസ്കരിക്കുന്നതിന് വലിയ സംവിധാനമുണ്ട്. എല്ലാ ദിവസവും അത് ശേഖരിക്കുന്ന ഒരു സംവിധാനം ഖത്തറിലുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള മാലിന്യങ്ങൾ ഉണ്ടായാൽ, പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, ഇത്തരത്തിൽ വലിയ മാലിന്യങ്ങൾ ഉണ്ടായാൽ അത് സംസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനവും പ്രത്യേക ഇടവുമെല്ലാം ഖത്തറിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ നിയന്ത്രണം ഖത്തർ നഗരകാര്യ മന്ത്രാലയത്തിനാണ്. ഈ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഒരു സംവിധാനം ഡിജിറ്റലായി തന്നെ ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക അപ്രൂവൽ നൽകുക എന്നുള്ളതാണ്. ഇങ്ങനെ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ട ഒരാൾക്ക് ഇനി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു ലളിതമായ ഒരു വ്യവസ്ഥയാണ് ഇതിലുള്ളത്. വളരെ കുറഞ്ഞ ലളിതമായ വിവരങ്ങൾ നൽകിയാൽ തന്നെ ഈ അപ്രൂവൽ ലഭിക്കുന്നതുമാണ്. ഇത് സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും വ്യക്തികൾക്കും എല്ലാം ഇങ്ങനെ മാലിന്യം സംസ്കരിക്കുന്നതിന് അവരുമായി ഏറ്റവും അടുത്ത കേന്ദ്രത്തിലേക്ക് അപ്രൂവൽ ലഭിക്കാൻ ഈ ഒരു വളരെ ലളിതമായ സംവിധാനത്തിലൂടെ സാധിക്കും. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ഡേയോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഖത്തർ നഗരകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഖത്തർ വളരെ വ്യാവസായികമായി വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംവിധാനം, ഇതെല്ലാം ഡിജിറ്റലാക്കുക എന്നുള്ളത് ഖത്തറിൻ്റെ ദേശീയ വിഷൻ 2030യുടെ ഒരു ഭാഗമായി കൂടിയാണ്. എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാക്കുക എന്നുള്ളത് പല മേഖലയിലും ഇത്തരത്തിൽ ഡിജിറ്റൽ വൽക്കരണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഖത്തർ ബാങ്കിങ് മേഖലയിലും പുതിയ ഒരു സേവനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഹിമ്യാൻ. ഹിമ്യാൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഈ അറബികൾ കയ്യിൽ കൊണ്ടു നടന്നിരുന്ന ഒരു പണസഞ്ചിയെയാണ് ഹിമ്യാൻ എന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഹിമ്യാൻ എന്തെന്ന് വെച്ചാൽ ഖത്തറിൻ്റെ സ്വന്തം ഡെബിറ്റ് കാർഡാണ്. ഖത്തർ സെൻട്രൽ ബാങ്കാണ് ഇന്ന് അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് മുതലാണ് ഈ ഡെബിറ്റ് കാർഡുകൾ നൽകി തുടങ്ങിയത്. ഖത്തറിലെ പ്രധാനപ്പെട്ട ബാങ്കുകളിലെല്ലാം ഈ ഡെബിറ്റ് കാർഡുകൾ ലഭ്യമാകുകയും ചെയ്യും. പ്രധാനപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾക്കും അതോടൊപ്പം തന്നെ ATM സേവനങ്ങൾക്കുമെല്ലാം ഈ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷൻ 2030 ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് പോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഖത്തർ എല്ലാ നിലയ്ക്കും അതിൻ്റെ ലക്ഷ്യം, അതായത് വികസന മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ എല്ലാമായാലും ഖത്തർ ഭരണാധികാരികൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ലക്ഷ്യം പൂർത്തിയാകുന്ന, അതായത് വിഷൻ 2030 ആണ് അതിനവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പായാണ് ഈ ഡിജിറ്റലൈസേഷനെയെല്ലാം നമ്മൾ കാണേണ്ടത്. അമൃത.